ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുറഹ്മാൻ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ഗൂഗിൾ, പ്ലേ സ്റ്റോർ, യൂട്യൂബൊക്കെ വർക്ക് ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ട് വേണം. നമ്മൾ പലപ്പോഴും പലയിടത്തും ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാസ്വേഡ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളെ ഫോണിൽ തന്നെ അത് പാസ്വേഡ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഓർമ്മപ്പെടുത്തട്ടെ, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക്. പിന്നെ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം പറ്റി വേണ്ടത്, നമുക്ക് ഫോണിലെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അഥവാ യൂട്യൂബ് എടുക്കാം. യൂട്യൂബ് എടുത്താലും മതി. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ഇവിടെ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഗൂഗിൾ സെലക്ട് ചെയ്തു. ഇതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്ക് വന്നാലും കാണാം, അല്ലെങ്കിൽ യൂട്യൂബ് വന്നാലും ഇതുപോലെ തന്നെ ആയിരിക്കും കാണാം. നമ്മൾ അതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണാം. ഓക്കെ. പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ ഈ ആരോ മാർക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൽ കാണുന്നതാണ്. അത് സെലക്ട് ചെയ്യാവുന്നതുണ്ടോ. നമുക്ക് ഏതാ വേണ്ടി വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ രണ്ടാമത് സെലക്ട് ചെയ്യുക, പേഴ്സണൽ ഇൻഫോ എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ. ഇവിടെ നമ്മളെ പേരുകൾ, നമ്മളെ പാസ്വേഡ്, നമ്മളെ റിക്കവറി ഇമെയിൽ, അതുപോലെ തന്നെയുള്ള മറ്റുള്ള നമ്മൾ റിക്കവറി ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്കിവിടെ പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് അറിയാത്തതാണല്ലോ, അത് മാറ്റാൻ ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് പാസ്വേഡ് കൊടുക്കണമല്ലോ, നമുക്ക് പാസ്വേഡ് അറിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക, അവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എടുക്കുക. അതിനുശേഷം അവിടെ എന്ത് ചെയ്യുക, ട്രൈ അനദർ വേ എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഞാൻ മറ്റൊരു അക്കൗണ്ടിൽ ഇതിൽ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം. ഓക്കെ. പിന്നെ അവിടെ എന്ത് ചോദിക്കണല്ലോ, നമ്മുടെ നമ്മൾ ഈ ഫോണിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ, ഇനി വാട്സപ്പ് ആവാം, വാട്സപ്പിൻ്റെ ഒരു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആവാം, ഫേസ്ബുക്ക് ആവാം, മറ്റുള്ള ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കൊടുത്ത പാസ്വേഡ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പറയാണ്. അത് ഞാൻ സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാസ്വേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, സേവ് പാസ്വേഡ് കൊടുക്കുക. നമുക്കെപ്പോഴും സേവ് കൊടുക്കണ്ട ഓക്കെ. നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ ഏതെങ്കിലും വെബ്സൈറ്റിൽ അത് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത ശേഷം ഇതവിടെ ഇങ്ങനെ ഒരു കോളം വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ കോളം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, നമുക്കത് കൊടുക്കണം കേട്ടോ. ഞാനത് കൊടുക്കുകയാണേ, അത് പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാനൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒരേ പാസ്വേഡായി കൊടുക്കണം കേട്ടോ. മുകളിൽ ആദ്യം കൊടുക്കുന്നു, അത് കൺഫേം ചെയ്ത് താഴെ കൊടുക്കുന്നു. ശേഷം ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. പ്ലീസ് ചൂസ് സ്ട്രോങ് പാസ്വേഡ്, ദി മിക്സ് ലെറ്റേഴ്സ്, നമ്പർ ആൻഡ് സിംബോൾ, അതൊക്കെ ഇവിടെ കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ. ഞാൻ സ്ട്രോങ്ങുള്ള പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ശേഷം ചേഞ്ച് കൊടുക്കുന്നു. ഓക്കെ. നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഓക്കെ റെഡിയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനും മറക്കരുത്. ഓക്കെ. താങ്ക് യു.